ഒരുപാട് സക്സസ് സ്റ്റോറി മിഡിൽ ഈസ്റ്റിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് ഒരുപാട് മലയാളീസിനെ അങ്ങോട്ടും ജോലിക്ക് വേണ്ടി പോകാൻ ഇൻട്രസ്റ്റ് ആയി. ഇപ്പോൾ ഉദാഹരണത്തിന് യൂസഫ് അലിക്ക അല്ലെ രവി പിള്ള, ജോയി, ആലിക്കാസ് അല്ലെ ഇങ്ങനെ ഒരുപാട് ഇവരുടെയൊക്കെ സക്സസ് സ്റ്റോറി കണ്ടിട്ടാണ് ഒരുപാട് പേര് പോയത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2006 2008 പോയപ്പോൾ വളരെ കുറച്ച് പേരെ യു കെയിൽ പോയിട്ടുണ്ടായിരുന്നു. യു കെയിലോട്ട് ഏറ്റവും കൂടുതൽ പിള്ളേർ പോകാൻ കേരളത്തിൽ നിന്ന് പോകാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്റ്റ് ഗ്ലോബൽ സ്റ്റഡിയിങ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ മറ്റുള്ള കൺസൾട്ടൻസീസൊക്കെ കൂടുതൽ മറ്റുള്ള കൺട്രീസാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യു കെ ആയിരുന്നു. പിന്നെ യു കെ ബേസ്ഡ് വേറെ ഒരു മലയാളിക്കും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ഒരാൾക്കുമില്ല. ഞങ്ങൾക്ക് ഗ്ലോബൽ സ്റ്റഡിയിങ്ങിന് മാത്രമല്ല. അവിടെ ഒരുപാട് പേർക്കുണ്ട്. അവർ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റും അതേപോലെ ജോബ് റിക്രൂട്ട്മെൻ്റ് എല്ലാം ചെയ്യുന്നത്. പ്യുവർലി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗ്ലോബൽ സ്റ്റഡിയിങ് മാത്രം. അത് 2008 മുതലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ദുബായിക്ക് ഒരാളുടെ സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ഒരാൾ പോയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പേര് പോകുന്നത്. അപ്പോൾ യു കെയിലോട്ട് ശരിക്കും ഒരു യു കെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആക്കിയതിൽ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു റോള് ഗ്ലോബൽ സ്റ്റഡിയിലിങ്ങുന്നുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ യു കെയിൽ ഞാൻ പറഞ്ഞ 2008 to 2014 അവിടെ ഒരു സെറ്റിലായ 100 പേരിൽ 70 to 80% പിള്ളേർ അവിടെ നിന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഗ്ലോബൽ സ്റ്റഡിയിലേക്ക് ത്രൂ. പക്ഷെ അവർ ഒരുപാട് പേര് അവിടെ സെറ്റിലായി. പക്ഷെ അന്നൊന്നും കൂടെ ഈസി ആയിരുന്നു. അപ്പോൾ അതിൽ ഗ്ലോബൽ സ്റ്റഡിയിലിങ്ങിന് വലിയൊരു വലിയ റോള് വയ്ക്കാൻ കഴിയും. കേരളത്തിൽ നിന്ന് ഈ ഒരു യു കെ എഡ്യൂക്കേഷൻ്റെ ഒരു ട്രെൻഡിങ് കൊണ്ടുവന്നതിന്